ഇസട്രിക്സിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ട്യൂട്ടോറിയൽ ആയിട്ടാണ്. ഏരിയയിൽ എന്തൊരു ട്രിക്കിന്റെ ട്യൂട്ടോറിയൽ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. അപ്പോൾ ശരിക്കും ഏരിയയിൽ എന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ കർപ്പൂൽ വിത്ത് ലോ ഹാൻഡ്സ്. കർപ്പൂൽ എന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതാണ് കർപ്പൂൽ. ഇതാണ് കർപ്പൂൽ. ഈ കർപ്പൂൽ വിത്ത് ലോ ഹാൻഡ്സ്, അതായത് നമ്മൾ കൈ ടച്ച് ചെയ്യാണ്. ഈ കർപ്പൂൽ തന്നെ നിലത്ത് കൈ ടച്ച് ചെയ്യുന്നില്ല. അതാണ് ഏരിയ എന്ന് അറിയപ്പെടുന്നത്. നമ്മളിങ്ങനെ പോകുന്നത് ഏരിയയിൽ അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് കർപ്പൂൽ എന്ന ട്രിക്ക് അത് മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കർപ്പൂൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് നല്ല രീതിക്ക് തന്നെ മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അതിനുശേഷം മാത്രം ഏരിയ എന്ന ട്രിക്ക് പ്രാക്ടീസ് ചെയ്യുക. അതായിരിക്കും ഇതോടെ ബെറ്റർ ആയിട്ടുള്ള വഴി. ഏരിയയിലേക്ക് പോകുമ്പോൾ അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് അറിയപ്പെടുന്നത് വൺ ഹാൻഡഡ് കർപ്പൂലാണ്. അതായത് നമ്മൾ നോർമലി കർപ്പൂൽ രണ്ട് കൈ റിലീസ് ചെയ്യാൻ പോകാറ്. ഇത് ചെയ്യുമ്പോൾ വൺ ഹാൻഡഡ് ഒരു കൈ മാത്രം സപ്പോർട്ട് ചെയ്യുക, മറ്റേ കൈ ജസ്റ്റ് ഇങ്ങനെ നിർത്തുക. നമുക്ക് ടച്ച് ചെയ്യണം നോക്കി ടച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നോർമലി വൺ ഹാൻഡ് കർപ്പൂലിലേക്ക് അങ്ങനെ പോകും. ഇത് പ്രാക്ടീസ് ചെയ്യുക. ഒരു 10 11 നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന വിധത്തിൽ, അതായത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഈ ഒരു വൺ ഹാൻഡഡ് കർപ്പൂൽ ചെയ്യാൻ പറ്റുന്ന വിധം വരെ നിങ്ങൾ ഈ ഒരു വൺ ഹാൻഡഡ് കർപ്പൂൽ പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഹാൻഡഡ് കർപ്പൂൽ, പക്ഷെ അതർ ഹാൻഡ്, അതായത് നമ്മൾ ആദ്യം ചെയ്തപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് കർപ്പൂൽ ചെയ്യുന്നത്. ഞാൻ ഏരിയയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ കർപ്പൂലിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം മിറർ ചെയ്യുക. അപ്പം ഞാനത് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ലെഫ്റ്റ് ഹാൻഡാണ് ഞാൻ ആദ്യം വൺ ഹാൻഡ് കർപ്പൂൽ ചെയ്തത്. ഇത് നേരെ തിരിച്ച് റൈറ്റ് ഹാൻഡ് ആദ്യം ഞാൻ ചെയ്യാൻ ശ്രമിക്കുക. വൺ ഹാൻഡ് കർപ്പൂലാണ് വിത്ത് റൈറ്റ് ഹാൻഡ്. ആദ്യം ലെഫ്റ്റ് ഹാൻഡാണ് ചെയ്തത്, ഇപ്പോൾ റൈറ്റ് ഹാൻഡ് ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഇത് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ, കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാവുന്നവരെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്ന് അറിയപ്പെടുന്നത് വെച്ചാൽ നമ്മൾ ഇത്തിരി പവർ ചെയ്ത് അപ്ലൈ ചെയ്യും. അതായത് നമ്മൾ നോർമലി വൺ ഹാൻഡ് കർപ്പൂലല്ലേ, റൈറ്റോ ലെഫ്റ്റോ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. നമ്മൾ കിക്ക് ചെയ്യല്, അതായത് ഞാൻ ഏരിയയിൽ ചെയ്യാൻ വേണ്ടി കിക്ക് ചെയ്യില്ല. അതായത് എൻ്റെ റൈറ്റിലേക്ക് വെച്ച് ഞാൻ കിക്ക് ചെയ്യുകയും ചെയ്യും, എൻ്റെ ലെഫ്റ്റിലേക്ക് വെച്ച് ഞാൻ ഫോളിലേക്ക് പുഷ് ചെയ്യുകയും ചെയ്യും. ഈ രണ്ട് കാര്യം ഇത്തിരി പവർ അപ്ലൈ ചെയ്യാം. അല്ല പവർ അപ്ലൈ ചെയ്താൽ ഒരുപക്ഷെ ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് ഏരിയയിൽ നിങ്ങൾ ലാൻഡ് ചെയ്യും. റൈറ്റിലേക്ക് വെച്ച് കിക്ക് ചെയ്യുക, ലെഫ്റ്റിലേക്ക് വെച്ച് പുഷ് ചെയ്യുക, രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് അപ്ലൈ ചെയ്യുക വിത്ത് വൺ ഹാൻഡ് കർപ്പൂൽ. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കൈയൊന്ന് പതിയെ മാറ്റാൻ ശ്രമിക്കുക. അത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കരുത്. വൺ ഹാൻഡ് കർപ്പൂൽ മാസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പരമാവധി കൈ ഒഴിവാക്കുന്ന വിധത്തിലുള്ള ശ്രമം നടത്താൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് ഏരിയൽ എന്ന ട്രിക്ക്. ഈ ഏരിയൽ എന്ന ട്രിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എ ട്വിസ്റ്റ് എന്ന ട്രിക്ക് ചെയ്യാൻ പറ്റും. അതായത് ഏരിയൻ ട്വിസ്റ്റ് എന്ന ട്രിക്ക് ചെയ്യാൻ പറ്റും. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത ട്യൂട്ടോറിയൽ ഏതാണ് വേണ്ടത്, അടുത്ത ക്ലിപ്സിൻ്റെ ട്യൂട്ടോറിയൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ കിക്സ് ആണോ ക്ലിപ്സ് ആണോ എന്തെങ്കിലും ട്യൂട്ടോറിയൽ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഓൾ.